ഹലോ ഫ്രണ്ട്സ്, എച്ച് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. MEG10 ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1ഉം 2ഉം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സാണ് നമ്മളോട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത വീഡിയോസിലും ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുകയാണ്. ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിനായിട്ട്. അപ്പോൾ ഇത്രയും സമയം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇതൊന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. Question number 1. Discuss the role of Hindu College in the fashioning of Michael Madhusudanan Dutt's personal intellectual biography. മധുസൂദനൻ ദത്തിൻ്റെ വ്യക്തിപരമായും അതുപോലെ ഭൗതികവുമായിട്ടുള്ള ജീവചരിത്രത്തിൽ ഹിന്ദു കോളേജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. Hindu College played a pivotal role in shaping Michael Madhusudanan Dutt's personal intellectual biography. As a student at the college, Madhusudanan was exposed to the ideas of Henry Derosio, who had previously taught there. Although Derosio had left the college before Madhusudanan's arrival, his influence lingered and Madhusudanan imbibed many of the same ideas. The college's atmosphere of rebellion against orthodoxy and its emphasis on European language, literature and culture had a profound impact on Madhusudanan's worldview. ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റ മധുസൂദനൻ ദത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡെറോസിയോ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെറോസിയോ പഠിപ്പിച്ചിരുന്ന കോളേജായിരുന്നു ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റ. അദ്ദേഹം അവിടെ നിന്ന് പോയതിന് ശേഷമാണ് നമ്മുടെ മധുസൂദനൻ ദത്ത് അവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെറോസിയോ പോയതിന് ശേഷമാണ് മധുസൂദനൻ ദത്ത് അവിടേക്ക് വന്നതെങ്കിലും ഡെറോസിയോ പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം തന്നെ മധുസൂദനൻ ദത്തിൻ്റെ എഴുത്തിലും പ്രവൃത്തികളിലും കണ്ടുവന്നിരുന്നു. ഇദ്ദേഹം ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ച രണ്ട് കാര്യങ്ങളാണ്. അന്ന് ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ അവർ യൂറോപ്യൻ ലാംഗ്വേജിനോടും ലിറ്ററേച്ചറോടും കൾച്ചറോടൊക്കെ വളരെയധികം കൂറ് കാണിച്ചിരുന്നു. അതേസമയം അവർ അന്നത്തെ ഓർത്തഡോക്സി സമൂഹമായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അതിനോട് ധാരാളം വെറുപ്പ് കാണിച്ചിരുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അതിനെ എതിർത്തിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ മധുസൂദനൻ ദത്തിനെ സ്വാധീനിച്ചിരുന്ന കാര്യങ്ങളുമാണ്. At Hindu College, Madhusudan was particularly drawn to the teaching of Captain Davis Lester Richardson, a poet and professor who encouraged Madhusudan's literary pursuits. Under Richardson's guidance, Madhusudan began to write poetry which was heavily influenced by English models. His early poems, such as the sonnet, written at the Hindu College, showcase his fascination with European literature and his desire to emulate its styles. ക്യാപ്റ്റൻ ഡേവിഡ് ലെസ്റ്റർ റിച്ചാർഡ്സൺ, അദ്ദേഹം ഒരു പോയറ്റും പ്രൊഫസറുമാണ്. മധുസൂദനൻ ദത്തിൻ്റെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹം പഠിപ്പിക്കുന്നത് ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റുമാണ് മധുസൂദനൻ ദത്തിനെ ലിറ്റററി വർക്ക്സിലോട്ട് കൂടുതലായിട്ടും കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ധാരാളം എൻകറേജ് ചെയ്തിരുന്നു. അങ്ങനെയാണ് മധുസൂദനൻ ദത്ത് എഴുതാനും ലിറ്ററേച്ചർ എഴുതാനും പോയിംസൊക്കെ എഴുതാനൊക്കെ തുടങ്ങിയത്. The college's environment fostered Madhusudanan's intellectual growth and encouraged him to think critically about his cultural heritage. He was part of a generation of students who perceived a stark contrast between European and Indian cultures, leading to desire to adopt Western ways. This is evident in his early writings, which reflect a deep admiration of European language, literature and culture. മധുസൂദനൻ ദത്ത് ആസ് എ സ്റ്റുഡൻറ്റ് ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ ഉണ്ടായിരുന്ന സമയം അവിടുത്തെ സ്റ്റുഡൻസൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ, ആ കൾച്ചറൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള
ഒരു തീവ്രമായ ഒരു ആഗ്രഹത്താൽ അവർ പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അതേസമയം തന്നെ ഇവർ ഓപ്പോസ് ചെയ്തിരുന്നു നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന സൂപ്പർസ്റ്റിഷൻസും ഓർത്തഡോക്സ് കൾച്ചേഴ്സും ഒക്കെ. അപ്പോൾ ഇത് തന്നെയായിരുന്നു മധുസൂദനൻ ദത്തും ഏറ്റെടുത്തത്. അദ്ദേഹം ആ ഒരു മോട്ടിവേഷനിൽ അതൊക്കെ വളരെയധികം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഒഴുക്കിൽ തന്നെയായിരുന്നു അദ്ദേഹവും പഠിക്കാനായിട്ട് തുടങ്ങി. യൂറോപ്യൻ ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. However, Madhusudanan's time at Hindu College was also marked by a significant personal turning point. His conversion to Christianity in 1840, which was likely influenced by his exposure to Western ideas, led to a rupture with his family and the college. This event had a profound impact on Madhusudanan's personal, intellectual biography, shaping his future choices and writings. ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ മധുസൂദനൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിൻ്റെ അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ 1840 അദ്ദേഹം ക്രിസ്ത്യാനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മുഖേന അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒത്തിരി അദ്ദേഹത്തിന് എതിർപ്പുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ്റെ വലിയൊരു കാരണം തന്നെ വെസ്റ്റേൺ ഐഡിയാസ് അദ്ദേഹത്തിന് അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നത് തന്നെയാണ്. Despite the brevity of his time at Hindu College, the institution played a crucial role in shaping Madhusudanan's intellectual trajectory. The ideas, influences, and experiences he gained during this period laid the foundation for his future literary pursuits and personal growth. The college's emphasis on critical thinking, literary expression, and cultural exchange helped Madhusudanan develop into a prominent figure in Indian English literature. ഹിന്ദു കോളേജ് ഓഫ് കൽക്കറ്റയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, ഇൻഫ്ലുവൻസസ്, എക്സ്പീരിയൻസസ് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് ആ ഹിന്ദു കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ലിറ്റററി ഭാവിയെ തന്നെ മാറ്റിമറിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് ധാരാളം സഹായകരമായ ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് കോളേജിൽ, എസ്പെഷ്യലി കോളേജിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ലിറ്റററി എക്സ്പ്രഷൻ, കൾച്ചറൽ എക്സ്ചേഞ്ച് ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ സഹായിച്ചു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിന്. In conclusion, Hindu College was instrumental in fashioning Michael Madhusudanan Dutt's personal intellectual biography. The college's atmosphere, teachings, and influences shaped his worldview, literary style, and personal choices. Madhusudanan's time at Hindu College was a formative period that laid the groundwork for his future successes and struggles, ultimately contributing to his legacy as a pioneering figure in Indian English literature. കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത് ഹിന്ദു കോളേജ് ഓഫ് കൽക്കട്ട എന്ന് പറയുന്നത് മധുസൂദനൻ ദത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ ടീച്ചിങ് ലെവൽ മാത്രമല്ല അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തത് അവിടെ മൊത്തത്തിലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്ങും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെ മാറ്റിമറിച്ചിരുന്നു. പിന്നെ ഇന്നിപ്പോൾ മധുസൂദനൻ ദത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളർന്നു വന്നൊരു പേഴ്സണാലിറ്റിയാണ്. അതിൻ്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം തന്നെയാണ്. We move on to the second question. Give a brief account of the character of Michael Madhusudanan Dutt's literary output in English. മധുസൂദനൻ ദത്തിൻ്റെ ലിറ്റററി ഔട്ട്പുട്ട്, ലിറ്റററി വർക്ക്സിനെ കുറിച്ചിട്ട് എഴുതാനായിട്ടാണ് പറയുന്നത്. Michael Madhusudanan Dutt's literary output in English is characterized by its diversity, experimentation, and exploration of various themes. During his time at Hindu College, Calcutta, Madhusudanan began writing in English, and his poems were published in renowned periodicals. His English poems encompass a wide range of forms, including short epigrams, lyrics, sonnets, and longer poems. മൈക്കൽ മധുസൂദനൻ ദത്ത് കൽക്കറ്റയിൽ വെച്ചിട്ടാണ്
യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റയിൽ വെച്ചിട്ടാണ്, ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സ് എഴുതാനായിട്ട് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞതും അതുപോലെ അനുഭവങ്ങളും ഒക്കെ നിറഞ്ഞ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുപോലെ വേരിയസ് തീംസ്, കുറേയധികം തീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളൊക്കെ പോയംസ് ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയിരുന്നു. അതൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. പീരിയോഡിക്കൽസ് ആയിട്ടും കുറേ പബ്ലിഷിങ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പോയംസ്, കുറേ ഷോർട്ട് എപ്പിഗ്രാംസും ലിറിക്സും സോനറ്റ്സും ലോങ്ങർ പോയംസും അദ്ദേഹം എഴുതാനായിട്ട് ആരംഭിച്ചിരുന്നു. One notable aspect of Madhusudanan's English poetry is its blend of European and Indian influences. Poems like King Porus and The Captive Lady showcase his fascination with the Indian themes, mythology, and history, while also reflecting his admiration for European literary models, particularly Byron and Moore. In King Porus, Madhusudanan explores the theme of freedom and patriotism, highlighting the heroic struggles of Indians against foreign invaders. മധുസൂദനൻ ദത്തിൻ്റെ ഇംഗ്ലീഷ് പോയട്രിയിൽ ഉൾപ്പെടുത്തിയ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം യൂറോപ്യനും ഇന്ത്യനും ഒരേപോലെ തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയംസ് ആണ് കിങ് പോറസ്, ദ ക്യാപ്റ്റീവ് ലേഡി. ഇതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ കിങ് പോറസ്, ക്യാപ്റ്റീവ് ലേഡി, ഇതിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് വേരിയസ് തീംസിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ മിത്തോളജിയും ഹിസ്റ്ററിയൊക്കെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ ലിറ്റററി മോഡൽസിലാണ് അതിൻ്റെ ഒരു അഡ്മിനിഷൻ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ബൈറോൺ, മൂരെ, ഈ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് വളരെ പർട്ടിക്കുലറായിട്ട് മനസ്സിലാക്കാം, അതിൻ്റെയൊക്കെ ഒരു ഭംഗി, ആ എഴുത്തിലുള്ള ഭംഗി. പിന്നെ കിങ് പോറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഫ്രീഡത്തിനെയും പാട്രിയോട്ടിസത്തെയും കുറിച്ചിട്ടാണ് തീമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എസ്പെഷ്യലി ഹീറോയ്ക്ക് സ്ട്രഗിൾസും ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ഫോറിൻ ഇൻവേഡേഴ്സൊക്കെയാണ് ഇതിൽ തീംസായിട്ട് കൊടുത്തിട്ടുള്ളത്. The Captive Lady is Madhusudanan's most sustained poem in English, consisting of over 1,000 lines. The poem is styled after English romantic poetry and narrates the story of Prithviraj Chauhan and Rajput monarch and his battles against Muslim invaders. Madhusudanan's use of Europeanized Indian names and his self-consciously European perspectives are notable features of the poem. മധുസൂദനൻ ദത്തിൻ്റെ വർക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഒരു റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ലിറ്റററി വർക്കാണ് ദ ക്യാപ്റ്റീവ് ലേഡി. ഈ പോയം എന്ന് പറയുന്നത് 1000 ലൈൻസ് ഉൾപ്പെടുത്തുന്ന ഒരു പോയമാണിത്. ഇതിൻ്റെ ഒരു സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു റൊമാൻറ്റിക് പോയട്രിയാണിത്. ഇതിൽ നമുക്കിവിടെ നരേഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ ഹിസ്റ്ററിയിൽ പൃഥ്വിരാജ് ചൗഹാൻ, രാജ്പുത് മോണാർക്കൊക്കെ. അപ്പോൾ അത് അവരുടെ ഒരു യുദ്ധം, മുസ്ലിം ഇൻവേഡേഴ്സിന് എതിരെ നടത്തിയ യുദ്ധത്തെ കുറിച്ചിട്ട് അതിനെ ഒന്ന് ആസ്പദമാക്കിയിട്ടാണ് ഇദ്ദേഹം ഈ പോയം എഴുതിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, മധുസൂദനൻ ഉപയോഗിച്ചിരിക്കുന്നത് യൂറോപ്യനൈസ്ഡ് ഇന്ത്യൻ നെയിംസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരു യൂറോപ്യൻ പെർസ്പെക്റ്റീവ് വ്യൂവിലാണ് അദ്ദേഹം കാണുന്നത്. അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. Madhusudanan's other notable works in English include Visions of the Past, a poem that showcases his visual imagination and explores themes of Christianity and Bengali identity. His verse drama Razia, The Empress of Ind, was published in the Eurasian, a Madras journal, and later adapted into Bengali. മധുസൂദനൻ്റെ മറ്റെടുത്ത് അറിയപ്പെടുന്ന മറ്റു വർക്ക്സുകളാണ് ഈ വർക്ക്സുകൾ. ഞാനിന്ന് പറയുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ആ വർക്ക്സുകൾ കാണാതെ പഠിക്കുക തന്നെ വേണം.
അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. വിഷൻസ് ഓഫ് ദ പാസ്റ്റ്, ആ ഒരു പോയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വിഷ്വൽ ഇമാജിനേഷൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുള്ളത്, ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതും അദ്ദേഹം ഒരു ബംഗാളിയാണ് എന്നുള്ള ഐഡൻറ്റിറ്റിയുമാണ് ഈ വിഷൻസ് ഓഫ് ദ പാസ്റ്റിൽ അദ്ദേഹം ഒരു തീമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു വേഴ്സ് ഡ്രാമയുണ്ട്, റസിയ ദ എംപ്രസ് ഓഫ് ഇന്ത്യ. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് യുറേഷ്യനിലാണ്, മെഡ്രാസ് ജേർണലാണിത്. പിന്നീട് അത് ബംഗാളിയിലോട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. In addition to his poetry, Madhusudanan's prose piece, The Anglo-Saxon and the Hindu, is a significant work that expounds upon the merits of Anglo-Saxon culture in comparison to Hindu culture. The essay reflects Madhusudanan's admiration for European culture and his desire to renovate, regenerate, or in one word, to Christianize the Hindu. അദ്ദേഹത്തിൻ്റെ പോയിട്രിക്ക് പുറമെ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു പ്രോസ് പീസാണ് ആംഗ്ലോ സാക്സൺ ആൻഡ് ദ ഹിന്ദു. അത് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അദ്ദേഹം ഒരു ആംഗ്ലോ സാക്സൺ കൾച്ചറാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അതിൽ നിന്നും ഹിന്ദു കൾച്ചറിൻ്റെ ഒരു കമ്പാരിസൺ അദ്ദേഹം നടത്തുന്നുണ്ട്. ആംഗ്ലോ സാക്സൺ കൾച്ചറും ഹിന്ദു കൾച്ചറും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്, അതിൻ്റെ ഒരു ബേസിലാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എസ്സേ അത് അഡ്മയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് യൂറോപ്യൻ കൾച്ചറാണ്. അദ്ദേഹം ഒത്തിരി യൂറോപ്യൻ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം യൂറോപ്യൻ കൾച്ചർ ഫോളോ ചെയ്യാൻ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഒരു കാര്യം പറയാനായിട്ട് എടുത്തു പറയാനുള്ളത്, അദ്ദേഹത്തിന് ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറിയതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് ഇതിൽ പ്രകടിപ്പിക്കുന്നത്. Throughout his literary output in English, Madhusudanan's influences from Romantic poets, particularly Byron, are evident. His poetry and prose reflect his experimentation with various forms, themes, and styles, showcasing his creative range and intellectual curiosity. ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സ് മൊത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു റൊമാൻറ്റിക് പോയറ്റായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് ഇവിടെ ചിത്രീകരിക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അദ്ദേഹം റൊമാൻറ്റിക് പോയറ്റ്സിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. എടുത്തു പറയാനാണ് ബൈറോണിൻ്റെ വർക്ക്സ് അദ്ദേഹം ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നതാണ്. അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മധുസൂദനൻസിൻ്റെ പോയറ്റ്സ്, പ്രോസ്, അതെല്ലാം തന്നെ നമുക്ക് ഒരു വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കുക. അതിൻ്റെ തീംസ്, സ്റ്റൈൽസ് എല്ലാം തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. In conclusion, Michael Madhusudanan Dutt's literary output in English is a testament to his innovative spirit, cultural curiosity, and literary talent. His works reflect his engagement with European literary traditions, Indian themes, and his own cultural identity, making him a significant figure in Indian English literature. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മധുസൂദനൻ ദത്തിൻ്റേത്. അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ലിറ്റററി വർക്ക്സ്, അത് എഴുതിയിരിക്കുന്ന സ്റ്റൈലാണ്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നോവേറ്റീവ് സ്പിരിറ്റ്, അതുപോലെ ഒരു കൾച്ചറൽ ക്യൂരിയോസിറ്റി, അതുപോലെ അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിലുള്ള ടാലൻറ്റ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ധാരാളം വർക്ക്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഒരു ഡിഫറെൻറ്റ് മോഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതാൻ ഇഷ്ടപ്പെട്ടിരുന്നതും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മധുസൂദനൻ ദത്തിൻ്റെ വർക്ക്സുകളുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നത് തന്നെയാണ്. So we move on to the third question. Why did Michael Madhusudanan Dutt stop writing in English and start writing in Bengali midway through his career as a writer? ഇംഗ്ലീഷിൽ മാത്രം എഴുതാൻ ആഗ്രഹിച്ചിരുന്ന മധുസൂദനൻ ദത്ത്, അല്ലെങ്കിൽ എഴുതിയിരുന്ന മധുസൂദനൻ ദത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു മാറ്റമുണ്ടായി ബംഗാളി ലാംഗ്വേജിൽ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? Michael Madhusudanan Dutt's decision to stop writing in English and start writing in Bengali midway through his career as a writer can be attributed to several factors.
One major reason was his realization that writing in English limited his readership to a small elite audience, whereas writing in Bengali would allow him to reach a larger and more diverse audience. This is evident in his response to J.E.D. Bethun's suggestion that he focus on writing in Bengali, where he mentions his study of various languages, including Sanskrit and Telugu, to embellish the tongue of my fathers. മൈക്കൽ മധുസൂദനൻ ദത്ത് ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങിയെന്ന് അദ്ദേഹം പിന്നീട് ബംഗാളിയിലോട്ടും മറ്റ് ലാംഗ്വേജിലോട്ടും എഴുതാനായിട്ട് തുടങ്ങാൻ തന്നെ കാരണം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ചിന്തയാണ്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് വായിക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അതേസമയം ബംഗാളി ലാംഗ്വേജിൽ അത് എഴുതുക പിന്നെ മറ്റ് ലാംഗ്വേജിലോട്ടൊക്കെ ട്രാൻസ്ലേഷൻ നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കൺസെപ്റ്റ്. Madhusudanan's shift to Bengali was also driven by a desire to reconnect with his cultural heritage and identity. As a writer, he was torn between his admiration for European literature and culture and his native Indian culture. His experiences living in India and interacting with people from various strata of society may have pulled him out of his restricted English identity and encouraged him to explore his Bengali roots. ഈ ഒരു ഭാഗം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വെറുതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കത് കൂടി വായിക്കാനായിട്ട് മനസ്സിലാവും. ഇത് കാലിക്കറ്റ് ഓഫ് യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി ആയല്ലോ. ആ സമയത്ത് ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൈസയൊന്നും അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിനായിട്ട് കൊടുത്തിരുന്നില്ല. പിന്നീട് അദ്ദേഹം ബിഷപ്പ് ഹൗസിലോട്ട് മാറുകയും അങ്ങനെ അവിടെ നിന്നും ഫ്രണ്ട്സിനോടൊപ്പം വേറൊരു തമിഴ്നാട്ടാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിലോട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അങ്ങനെ അവിടെ സെറ്റിലാവുകയും അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാരിയർ മുന്നോട്ട് പോയതും. അവിടെ വെച്ചും അദ്ദേഹം ലിറ്റററി വർക്ക്സ് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബംഗാളിയിലോട്ട് അവിടെ വെച്ച് അദ്ദേഹം ഒരു വിവാഹമൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ ബംഗാളിലോട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ബംഗാളി ലാംഗ്വേജിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം കൾച്ചറായിട്ട് കൂടുതലും കൾച്ചറൽ ഹെറിറ്റേജിനോട് വെച്ചാൽ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജിനോട് കൂടുതലായിട്ടും ഇഷ്ടം തോന്നാനായിട്ടും അദ്ദേഹം ഒരു ബംഗാളിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ആണ് എന്ന ഐഡൻറ്റിറ്റി കാണിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ റൈറ്റിങ്സിൽ നമുക്ക് കാണപ്പെടാവുന്നതാണ്. ഇതൊക്കെ തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസിനെ വെച്ചിട്ടും അദ്ദേഹം മറ്റുള്ള സമൂഹവുമായിട്ട് കൂടുതൽ ഇടപഴകാൻ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ അദ്ദേഹം മനസ്സിലാക്കിയെടുത്തതാണ്. അതൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിൽ കൂടെ അദ്ദേഹം എഴുതാനായിട്ട് ശ്രമിച്ചു. ഈ എക്സ്പീരിയൻസസ് ഒക്കെ തന്നെയാകാം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനോടുള്ള ഒരു അതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഇന്ത്യൻ ലാംഗ്വേജിനെ അദ്ദേഹം ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. അത് ഇന്ത്യൻ ലാംഗ്വേജ് അദ്ദേഹത്തിന് ഒരു കൾച്ചറിനോടുള്ള ഇന്ത്യൻ കൾച്ചറിനോടുള്ള ഒരു ഇഷ്ടം തന്നെയായിരുന്നു. അത് ഒരു നാഷണാലിസം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. The cultural context of 19th century India with its complex dynamics of colonialism and nationalism also played a significant role in Madhusudanan's decision. As a Christian convert, he struggled with questions of identity and belonging, and writing in Bengali may have been a way for him to reconcile his Christian faith with his Indian heritage. 19ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയെ തുറന്നു കാണിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു സമയമായിരുന്നു. കാരണം ക്രിസ്ത്യാനിയിലോട്ട് മാറിയതിന് ശേഷം അദ്ദേഹം ഒരു ഹിന്ദുവിൽ നിന്നും കൺവേർട്ട് ആയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം എന്താണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട്. അദ്ദേഹം ഒരു ഇന്ത്യനാണ് എന്ന് തെളിയിക്കേണ്ടതും ഒരു അത്യാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. ഒരു ബംഗാളിയാണ് എന്നൊരു ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് വരുത്തി തീർക്കാനായിരുന്ന ശ്രമങ്ങളായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിൽ. Furthermore, Madhusudanan's desire to create a new kind of Bengali literature that was accessible to the masses rather than just the elite was another factor in his decision. He wanted to write in a Bengali that was
not overly Sanskritized, but rather a language that was rooted in the culture and folklore of Bengal. ആദ്യമൊക്കെ അദ്ദേഹം എഴുതിയത് എലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉന്നത വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവർ വായിക്കാനായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. പക്ഷെ അതിപ്പോൾ മാറി സാധാരണ ജനങ്ങൾ, മാസസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്, എല്ലാവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിൽ ബംഗാളിയിലോട്ട് അദ്ദേഹം എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. In conclusion, Michael Madhusudan Dutt's decision to stop writing in English and started writing in Bengali was a complex and multifaceted one, driven by a combination of factors including his desire for a larger readership, his need to reconnect with his cultural heritage, and his desire to create a new kind of Bengali literature. This shift marked a significant turning point in his career, and his Bengali works such as Megavad Kavya went on to become classics of Bengali literature. ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മധുസൂദൻ ദത്ത് ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത്, പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത് ബംഗാളിയിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ബംഗാളിയിലോ പിന്നെ അദ്ദേഹം എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുള്ള കുറച്ച് കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് റീഡർഷിപ്പിന് വേണ്ടിയായിരുന്നു, കൂടുതൽ ആൾക്കാരും അദ്ദേഹത്തെ വായിക്കാനും അദ്ദേഹത്തെ അറിയാനും വേണ്ടിയായിരുന്നു അത് ചെയ്തിരുന്നത്. സെക്കൻഡ്ലി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ള അല്ലെങ്കിൽ ബംഗാളിയോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ബംഗാളി കൾച്ചറിനോടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു. അദ്ദേഹം വന്ന ആ റൂട്ട്സൊക്കെ അദ്ദേഹത്തിന് ഒന്നും കൂടി ഒന്ന് പൊടിതട്ടിയെടുക്കണം എന്നൊരു തോന്നലുണ്ടായ സമയത്തായിരുന്നു അദ്ദേഹം ഇതൊക്കെ ചെയ്യാനായിട്ട് തോന്നിയിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് എടുത്തു പറയാനുള്ള ഒരു വർക്കാണ് മെഗാവത് കാവ്യ. അത് നമ്മളെടുത്ത് പഠിക്കേണ്ടതുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കൺക്ലൂഡിങ് പാർട്ടിലുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സെക്ഷൻ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തിരക്കേടില്ല കേട്ടോ, അതൊക്കെ എനിക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമാവും. അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ടീച്ചിങ്ങൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല, അതിന് വേണ്ടിയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മീ ഓൾസോ. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ മീറ്റ് യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സോ താങ്ക് യു ഡിയേഴ്സ് ഫോർ ഓൾ ദോസ് ആർ സപ്പോർട്ടിങ് മീ, എൻകറേജിങ് മീ. ഓക്കെ, എല്ലാവർക്കും തന്നെ ഒത്തിരി താങ്ക് യു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്നും കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ താങ്ക് യു.